ഈ റൂമില്ലേ, ഈ റൂം നമ്മളൊരു ക്രിസ്മസ് തീമിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഓരോരോ സീസൺ വരുമ്പോ റൂമിനൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരും. അതുപോലെ ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് തീമിലേക്ക് ഷാമിന്റെ റൂം മാറ്റാൻ വേണ്ടി നമ്മൾ അന്ന് ക്രിസ്മസ് പർച്ചേസിന് പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല എക്സൈറ്റിംഗ് വീഡിയോസ് വരുന്നുണ്ട്. അന്ന് ഞാൻ അത്രയും എക്സൈറ്റഡ് ആയത് ഈ റൂം മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ക്രിസ്മസിന് എന്റെ റൂം ക്രിസ്മസ് തീമിലേക്ക് മാറ്റണം എന്നുള്ളത്. അത് ഫൈനലി സംഭവിക്കാം. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ ഈ റൂമിന്റെ അവസ്ഥ കാണിച്ചു. ഇപ്പൊ ഇതാണ് ഗൈസ് ഇതിന്റെ റൂം കാണാനുള്ളത്. അന്ന് ഞങ്ങള് ഡെക്കറേറ്റ് ചെയ്ത് പോയതിനു ശേഷം പിന്നെയും ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇനി വരാനുണ്ട്. അതാ വെൽപ്പിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കേട്ടിട്ടില്ല. പക്ഷെ ഇനി ക്രിസ്മസ് കഴിയുന്നവരെ ഷാമിന്റെ റൂം മൊത്തത്തിൽ എന്താ പറയുക ക്രിസ്മസ് റൂമിലായിരിക്കും. രാത്രി ഇവിടെ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ക്രിസ്മസിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പൊ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. നമ്മളെല്ലാരും കൂടെ പോയി വാങ്ങിയ സാധനങ്ങളാണ് ഗൈസ് ഇത്. ഇനി ഇതിലേക്ക് ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട് കേട്ടോ. നിങ്ങൾ ആ വ്ളോഗിൽ കണ്ട ഒരുപാട് സാധനങ്ങൾക്ക് ഇത് ഇവിടെയും കാണാൻ പറ്റൂട്ടോ. അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വലുത് എന്തോ വരാനിരിക്കുന്നു. അതിലൊന്നാണ് ഗൈസ് ഇത്. അപ്പൊ ഇതൊക്കെ എന്റെ റൂമിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഗൈസ്. പിന്നെ ഇത് കണ്ടത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് സ്നോ വീഴുന്ന ആ ഒരു മരമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ കിട്ടിയ സമയത്ത് ഇവിടെ സന്തോഷം ഇതിനായിരുന്നു. ഇതൊക്കെ റൂമിൽ വെക്കാലോ. അപ്പൊ അത് ഇത്രയും സാധനങ്ങൾ പറഞ്ഞാൽ ഈ സംഭവം കണ്ടില്ലേ, ഇത് നമുക്ക് ഷാമിയുടെ റൂമില് ഇങ്ങനെ ബോ ആക്കിയിട്ട് വെക്കാം. അതാണ് വീതിയുള്ള റിബൺ നമ്മൾ മേടിച്ചത്. ഇത് കണ്ടോ, ഇത് എനിക്ക് ഇങ്ങനെ ഡോറിന്റെ മുകളിൽ ഇങ്ങനെ വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ കാണിച്ചതരാ. അതായത് അപ്പൊ ക്രിസ്മസ് തീമിലേക്ക് ആണ് ഈ റൂം പോകണമെന്ന് മനസ്സിലാവുമല്ലോ. മുന്നറിയിപ്പ് ഇതിങ്ങനെ വെക്കുക. ഇതിങ്ങനെ തുറക്കുന്ന സമയത്ത് ഇവിടെ ഫുൾ ആ തീമായിരിക്കും ഗൈസ്. ഇപ്പോഴല്ല, കുറച്ച് നേരത്തിനുള്ളിൽ ആ തീമിലേക്ക് നമ്മൾ മാറ്റുന്നതായിരിക്കും. പിന്നെ നമ്മൾ നിങ്ങളെന്റെ വീഡിയോയിൽ കണ്ട ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടം. എനിക്ക് ആ ടേബിളിന്റെ മുകളിൽ വെച്ച് കാണാൻ ഭയങ്കര. ഇതൊരു വിന്റേജ് ടൈപ്പ് ഒരു ട്രെയിനിന്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ആണ്. അതിൽ ലൈറ്റ് ഒക്കെ കത്തിയിട്ട് ഇതൊരു സാധനമാണ്. പിന്നെ ഇത് നമ്മൾ ഗിഫ്റ്റ് ബോക്സ് പോലെ റാപ്പ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു തീമിനുള്ള ഒരു എന്താ പറയാ റാപ്പിംഗ് പേപ്പർ ഒക്കെ വാങ്ങിച്ചതായിരുന്നു. പിന്നെ അവിടെ ബെൽസ് ഉണ്ട്. പിന്നെ ലൈറ്റ് കത്തുന്ന ബൾബ് ഉണ്ട്. പിന്നെ ഊഞ്ഞാലാടുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ട്. സോക്സ് ഉണ്ട്. ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർ പോലെ അതിന്റെ മുകളിൽ ഫ്ലവർ ഒക്കെ ഉള്ള ഒരു സാധനം ഉണ്ട്. ഇതുണ്ടോ? രണ്ട് സ്റ്റിക്ക് നമ്മൾ മേടിച്ചിട്ടില്ലായിരുന്നു. ഇല്ല, ഒന്ന് ഇതൊക്കെ ഞങ്ങള് അന്ന് പോയ സമയത്ത് വാങ്ങിച്ചാണ്. ഇതൊരു കുക്കി പോലെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ട്രീന്റെ മുകളിലൊക്കെ തൂക്കിട്ട് ട്രീന്റെ മുകളിലല്ലാതെ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നത് ഈ സാധനത്തിലാണ്. ഇത് ഒന്നെങ്കിലും നമുക്ക് എന്താ പറയാ ചെയറിന്റെ മുകളിൽ വിരിക്കാം. ഇത് കണ്ടോ, ഒരു പപ്പാനി ഒരു ടവൽ തന്നെ വാങ്ങിയിട്ടുണ്ട് ഗൈസ് ഇവിടെ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് റൂം മേക്ക് ഓവറിലേക്ക് കടന്നാലോ? നമ്മൾ ആദ്യത്തെ പണി എന്നുള്ളത് ഈ ക്രിസ്മസ് തീമിലേക്ക് മാറ്റണമെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റണം. അത് മാറ്റിയാൽ തന്നെ ഇവിടെ എന്താ പറയാ വലിയൊരു വ്യത്യാസം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നല്ല ഭംഗിയുള്ള ചെക്ഡ് ആയിട്ടുള്ള റെഡും വൈറ്റും തീമിലുള്ള ബെഡ്ഷീറ്റ് ആണ്. ബെഡ്ഷീറ്റ് ആണ് ഗൈസ് ഇത്. ഇതെന്താ സംഭവം ഇത് സംഭവമില്ലേ, നമ്മൾ തുടങ്ങിയത് വൈകുന്നേരമാണ്. ഇതപ്പോ കുറച്ചു നേരത്തിനുള്ളിൽ രാത്രിയാവും. അത് കാരണം എന്താണെന്നറിയോ? കാരണം നമ്മൾ ഇപ്പൊ ഈ ലൈറ്റും കാര്യങ്ങളും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഈ റൂമിൽ സെറ്റ് ചെയ്യും. ഇത് സെറ്റ് ചെയ്ത് തീരുമ്പോഴത്തേക്കിനും രാത്രിയാവും. രാത്രി വന്ന സമയത്ത് ഇത് കാണാൻ കറക്റ്റ് ആ ഒരു വൈബിലേക്ക് അപ്പോഴാണ് ഗൈസ് വരിക. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ബെഡ്ഷീറ്റ് മാറ്റാം. അപ്പൊ ഗൈസ് നമ്മളിത് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്ത് കഴിയുമ്പോ എനിക്ക് എന്താ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരു ഫീൽ കിട്ടും. ഈ റൂമിലേക്ക് കയറുമ്പോ അമ്മേ ഫീൽ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ കയറുമ്പോ ആ ഒരു എനിക്ക് പറയാൻ അറിയില്ല ഗൈസ്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇതെന്തായാലും ഞാൻ ഇങ്ങനെ കത്തിച്ചിട്ട് ഇവിടെ വെക്കാൻ പോവാ. നമ്മള് ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിൽക്കുക. കാരണം ചെയ്യാൻ ഒരുപാട് പണികളുണ്ട്. അതായത് ഞങ്ങളുടെ കയ്യിൽ ഒരു 3 ട്രീ ഇപ്പൊ തന്നെ ഉണ്ട്. പല സൈസിലുള്ള പല ലുക്കിലുള്ള ട്രീകൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെ വെക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആണ്. ഇന്റെ ഒരു സജഷൻ പ്രകാരം നമുക്ക് ഈ ഒരു സാധനം ഇവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് വലിയ ട്രീ ഇവിടെ വെക്കാം. അപ്പൊ നമ്മളെ അടുത്തുള്ള വലിയ ട്രീ എടുത്തിട്ട് ഇവിടെ വെക്കുന്നു. അവിടെ ഒഴിവാക്കുന്നു. എന്നിട്ട് അത് നല്ലോണം ഡെക്കറേറ്റ് ചെയ്യാം. ഇങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല, അങ്ങോട്ട് പുറത്തേക്ക് ഒഴിവാക്കാം. കുറച്ച് ഇനി ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഈ റൂം നോർമൽ. ബാക്കി സാധനങ്ങളോട് മൊത്തം അറ്റാച്ച്മെന്റ്. അപ്പൊ അതുകൊണ്ട് എവിടേക്കും നീക്കി വെക്കാനും മാറ്റി വെക്കാനും സമയത്തില്ല. ഇതാണ് നമ്മുടെ കയ്യിലുള്ള വലിയ ട്രീ. അത് മാത്രല്ല ഇതുണ്ട്. ഇതൊക്കെ എവിടെ വെക്കുക? ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഈ സാധനം ഭയങ്കര ഭംഗിയുള്ളതാണ്. അതുകൊണ്ട് ഇത് മുകളിൽ തന്നെ വെക്കണം. അല്ല, എനിക്ക് ഇങ്ങനെ ഈ ഡോറ് തുറന്നു വരുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് ഇത്
ഇത് കാണുമ്പോഴേ അങ്ങനെയാണെങ്കിൽ ടേബിളിന്റെ മുകളിൽ ഈ കുഞ്ഞി വെച്ചിട്ട് ഇത് ഇവിടെ വെക്കാം. ഈ സാധനം എടുത്ത് ഒഴിവാക്കാം. ഞാൻ പറയുന്നത് ഡോർ തുറന്ന് വരുമ്പോ ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോഴല്ലേ ഈ ട്രീ കാണാൻ പറ്റും നല്ലോണം. ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഇനി ഞാൻ ഇവിടെ വെച്ച് നോക്കാം. അവിടെ വെച്ചു. എന്നിട്ട് നമുക്ക് ഈ കാര്യത്തിൽ തീരുമാനം. ഇത് ഇവിടെ വെച്ച് ഇനി ഇത് ക്രിസ്മസ് ട്രീ എവിടെ കാണുമ്പോഴല്ലേ ഒരു ഭംഗി. അവിടെ കാണുമ്പോൾ ഭംഗിയുണ്ട് അല്ലേ? ഏതാ നിങ്ങൾ പറ. ഇത് ഇവിടെ വെക്കുമ്പോഴും ഭംഗിയുണ്ട്. അവിടെ വലിയൊരു ട്രീ ഉണ്ടാവുമ്പോ അതിന്റെ തൊട്ടടുത്തത് വെക്കാതെ ഇത് ഇവിടെ വെക്കുന്നല്ലേ എന്റെ രസം. ഈ കുഞ്ഞു സാധനം ഇവിടെ ഇരുന്നോട്ടെ. ഈ വലിയ ട്രീ ഇവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ തന്നെ 3 ട്രീ ആയി. ഇനിയില്ലേ 2 ട്രീ, ഒരു ട്രീ. അതിന്റെ ബാറ്ററി തീർന്നോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഒരാൾ ഈ ട്രീ ഡെക്കറേറ്റ് ചെയ്യാം, ഒരാൾ ആ ട്രീ ഡെക്കറേറ്റ് ഞാനിത് ശരി. അപ്പൊ ഞാനിതോ എനിക്ക് കുഞ്ഞു ട്രീ പറ്റൂല. എനിക്ക് എന്തായാലും ട്രീ ഡെക്കറേറ്റ് ചെയ്യണം ഗൈസ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആ ട്രീ ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. ഇത് മൊത്തം ഇല്ല കുറച്ച് ഇതിന് കുറച്ച് സാധനങ്ങളെ എടുക്കുള്ളൂ കേട്ടോ. കാരണം ഇത് ചെറിയ ട്രീ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങളുടെ ആവശ്യമില്ല. ഇതൊക്കെ കാണാൻ എന്ത് രസമെന്ന് അറിയോ. ഇതിന്റെ മുകളിൽ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. വലിയ ട്രീ കിട്ടിയതുകൊണ്ട് അവർക്ക് സമയമില്ല അങ്ങോട്ട് വന്ന് നോക്കാൻ. സത്യം വളരെ വലിയ ട്രീ ആയിപ്പോ എനിക്ക് കിട്ടിയത്. നല്ല ഭംഗിയുണ്ടേ. ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനത്തെ ഫ്ലവർ വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. വെച്ചോട്ടെ കേട്ടോ, രസം ഉണ്ടാവും. അതിന്റെ വലുപ്പത്തിനനുസരിച്ച് ആ ഫ്ലവർ കുറച്ച് കൂടുതലാ. രസല്ലേ? പക്ഷേ രസമുണ്ട്. നോക്ക് അഞ്ചി, രസല്ലേ ഫ്ലവർ? അതിന്റെ മേലെ വെച്ച രസമില്ല. അല്ല ഇവിടെയൊക്കെ ഞാനിവിടെ ഒരു കുരുക്ക് പെട്ട പോലെ ഈ ലൈറ്റ് ആദ്യമുള്ളതാണ്. അപ്പൊ ഇത് മൊത്തം അഴിച്ചിട്ട് ഫസ്റ്റ് മുതൽ ചെയ്യണം. അപ്പൊ ഞാൻ അതിനുള്ള പണിയിലാട്ടോ. അത് കഴിഞ്ഞിട്ട് ഡെക്കറേഷന്റെ സാധനങ്ങൾ പോയി നോക്കാൻ വരുന്ന സമയമുള്ളൂ. നല്ല നല്ല സാധനങ്ങൾ എനിക്ക് വെക്കണേ. ഞാനിവിടെ എന്റെ കുഞ്ഞു ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല, കാര്യമൊക്കെ കുറെ ഏതാണ്? ഞാൻ കുഞ്ഞു ബോൾ എടുത്ത് കുഞ്ഞു ട്രീ അല്ലേ അത്. ഈ ട്രീ താങ്ങുവോ? ഇത്രയും വലിയ ബോൾ ഈ ട്രീ താങ്ങുവോ അഞ്ചി? ഈ കുഞ്ഞു ട്രീന്റെ മുകളിൽ ഇതൊരു അധികം പറ്റാണെങ്കിലും അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഗോൾഡൻ ബോൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഈ റെഡ് ബോള് ഡബിൾ സൈഡ് ഇങ്ങനെ ഒട്ടിക്കും. ഓ ഇതാ ഇങ്ങനെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താല് അത് എന്ത് കളിച്ചാലും അവിടെ നിന്ന് അനങ്ങൂല. ഇരുടായി തുടങ്ങുന്നുണ്ട് ഗൈസ്. ചെറിയ ഇരുട്ട് വരുമ്പോ തന്നെ ലൈറ്റ് മിന്നല് കൂടുതലായി. ഇത് മൊത്തം ഞാൻ അങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡെക്കറേഷനിലോട്ട് കിടക്കാം. ക്രിസ്മസ് ട്രീന്റെ ഡെക്കറേഷൻ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ലൈറ്റ്സും കൂടെ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പരിപാടി കഴിഞ്ഞു ഗൈസ്. എനിക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ കൂടെ ലൈറ്റും കൂടെ കത്തിച്ചാൽ ശരിക്കും സ്നോ പോലെ ഉണ്ടായത്. ഇങ്ങനെ കുറച്ചിങ്ങനെ പുറത്തു കൂടെ ചുറ്റി കൊടുക്കാം. ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കാണൂല. ഇല്ല അത് മതിലിന്റെ മുകളിലാവും. അങ്ങനെ ഗൈസ് ഇതിന്റെ ട്രീ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറെ സ്നോ ഇവിടെ തൊഴിഞ്ഞു കിടക്കുന്നുണ്ട് ഗൈസ്. അത് നമുക്ക് ഇങ്ങനെ കോരി എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ട്രീന്റെ മുകളിൽ ഇവിടെ ഒരു സ്റ്റാർ ശ്രീ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പൂ ഇവിടെ എവിടെയെങ്കിലും വെക്കട്ടോ. ഇവിടെ തന്നെ ഒന്നോട്ടെ, ഒരെണ്ണം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നമ്മളുടെ ക്രിസ്മസ് അപ്പൂപ്പനാണ്. ക്രിസ്മസ് അപ്പൂപ്പന് ഫ്രണ്ടിൽ നിന്നോട്ടെ. ക്രിസ്മസ് അപ്പൂപ്പൻ ഇവിടെ ഇരിക്കും. ഓരോന്ന് വെച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഭംഗി തോന്നുന്നില്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. നിന്റെ ട്രീന്റെ ഡെക്കറേഷൻ കഴിഞ്ഞു കേട്ടോ. ഒരു കുഞ്ഞു ട്രീ പക്ഷെ നിറയെ അങ്ങനെ ഗോൾഡൻ ബോൾസും റെഡ് ബോൾസും എല്ലാം നിറഞ്ഞു വെക്കുന്ന ഒരു കുഞ്ഞു ട്രീ. ഞങ്ങളുടെ ട്രീന്റെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് അഞ്ചിനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച് വന്നാണ് ഗൈസ്. ഇന്നെ പോലെ തന്നെ എക്സൈറ്റഡ് ആണ് കേട്ടോ എന്റെ ഉമ്മ. എന്റെ ഉമ്മനോട് പറഞ്ഞത് എന്താ വെച്ചാല് ഈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് ഒഴിവാക്കേണ്ടി വരുമോ, ഈ ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്ക് ഇവിടെ തന്നെ വെച്ചോടാം. ഞാൻ പറഞ്ഞ ക്രിസ്മസിന്റെ സമയത്ത് മാത്രം നമുക്ക് ഇത് വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞെടുത്ത് ന്യൂ ഇയർ വരെ വെക്കാം. ന്യൂ ഇയർ വരെ വെക്കാം. അത് കഴിഞ്ഞെടുത്ത് ഒഴിവാക്കണം. ഇത് കണ്ടോ ഗൈസ്, നല്ല ഭംഗിയുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ. ഇതിൽ നല്ലൊരു ഡബിൾ സൈഡ് വരുമോ?
ഞാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത് നമുക്ക് ഇതിൽ ഒട്ടിച്ചു നോക്കാം. ഒരു ഭാഗത്ത് സ്നോമാനും മറ്റേ ഭാഗത്ത് സ്നോമാൻ തന്നെ. രണ്ട് ഭാഗത്ത് സ്നോമാൻ. അത് നിന്നില്ലെങ്കിൽ നമുക്ക് മറ്റേ റിബൺ ഇത് കയർ വെച്ച് കേട്ടാ. ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു നോക്കാം. ഞാൻ തന്നെ ഒരു ക്രിസ്മസ് ട്രീ ആയാലും നല്ലതായിരിക്കും. ഇതിങ്ങനെ വെച്ചാ പറയാ നല്ല രസമല്ലേ? എല്ലാരും കൂടെ ഇപ്പൊ ഈ ഒരു ഒറ്റ ട്രീ ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഞാനും ഷാമിയും കൂടെ. ഈ ട്രീ ആണ് നമ്മുടെ മെയിൻ ട്രീ. അപ്പൊ ഇതിന്റെ താഴെ കണ്ടോ ഭയങ്കര എംപ്റ്റി ആയിരിക്കുന്നത്. ആ സ്റ്റാൻഡ് മാത്രമാണ് കാണുന്നത്. അതിന്റെ താഴെ കുറച്ച് നമ്മൾ നേരത്തെ ആ ഗിഫ്റ്റ് പേപ്പേഴ്സ് മേടിച്ചില്ലായിരുന്നോ അന്നൂല്. അപ്പൊ ആ ഗിഫ്റ്റ് പേപ്പേഴ്സ് എല്ലാം വെച്ച് ഏതെങ്കിലും ഒരു കാർഡ്ബോർഡ് ബോക്സ് പൊതിഞ്ഞിട്ട് നമുക്ക് ഈ ട്രീന്റെ അടിയിൽ വെക്കാം. ഇത് കണ്ടോ, ഇത് പല കളേഴ്സിൽ വരും ഗൈസ്. ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇത് ക്രിസ്മസ് ട്രീന്റെ മുകളിൽ തൂക്കാനല്ല, ഇത് ഇവിടെ റൂമിൽ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒരു തൂക്കിടാം ഗൈസ്. ഈ ട്രീ ഏകദേശം കഴിയാനായി. ഒരുവിധ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞു കുഞ്ഞു മറ്റേ ഗോൾഡൻ ബോൾസ് വെച്ചിട്ട് ഡബിൾ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ ഭാഗത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് എംപ്റ്റി ആയിട്ട് തോന്നുന്നത് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട്. ഈ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ വന്ന സമയത്ത് നല്ല ഭംഗിയായത്. ഞാൻ ഈ ട്രീ എവിടെ വെക്കാന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിൽ റെഡ് കളർ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ കാണുമ്പോഴായിരിക്കും ഭംഗി ഉണ്ടാവും കേറി വരുമ്പോ. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചാ ആദ്യം നോക്കണം. അയ്യോ നിക്കണ്ടോ? രസമുണ്ടോ? രസമുണ്ടോ? രസമുണ്ടോ വെച്ചാൽ ട്രീന്റെ ഭംഗി അങ്ങോട്ട് മുഴുവനായിട്ട് കാണില്ല. അവിടെ നിന്ന് മുഴുവനായിട്ട് കിട്ടുന്നില്ല അല്ലേ? അത് വേണ്ട. ഇവിടെ വെച്ചാലോ? അവിടെ വെച്ച് കഴിഞ്ഞാല് മറ്റേ ബാക്കിൽ ആ ബോർഡ് ഉള്ളതുകൊണ്ട് പെഗ് ബോർഡ് എനിക്ക് തോന്നി ഈ അറ്റം തന്നെ എനിക്ക് നന്നാവുക ഷാമിയ. അല്ലെങ്കിൽ പെഗ് ബോർഡ് എടുക്കുന്നില്ല. അയ്യോ ഫിക്സ് ചെയ്ത് വെച്ചതാ. ഇത് ഇവിടെ വെക്കുക. എന്നിട്ട് പറഞ്ഞ പോലെ ഇതിന്റെ അടിയിൽ ഇങ്ങനത്തെ ബോക്സ് അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ എന്താ സെറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിനെക്കാട്ടി ഭംഗി ഇവിടെ കാണാനല്ലേ? അവിടെ കാണാൻ അങ്ങനെ അവിടെ കാണാനാണ് ചെയ്യേണ്ടത്. ഈ പെഗ് ബോർഡ് വരണ്ട, അത് വെള്ള കളറാണ്. അതിലുള്ള സാധനങ്ങൾ മാറ്റണം. സാധനങ്ങൾ മാറ്റിട്ട് മൊത്തം റെഡും വൈറ്റും ഗ്രീനും മാത്രമാക്കണം. സാധനങ്ങൾ മാറ്റിയിട്ട് ഒന്ന് വെച്ച് നോക്കിയാലോ? ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ മേടിച്ചത് വെള്ള ലൈറ്റ് ആണെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ വന്നത് പക്ക മഞ്ഞ ലൈറ്റ് ആയി പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ ഇതിന്റെ അടിയിൽ വെച്ചാൽ ചിലപ്പോ ഭംഗി ഉണ്ടാവൂലേ? ഈ ട്രീക്ക് ഒരു ലൈറ്റ് കിട്ടൂലേ? അതിന്റെ അടിയിൽ വെക്കാൻ പറ്റും, പക്ഷെ അതിന്റെ മുകളിൽ നമുക്ക് ചുറ്റാൻ പറ്റില്ല. മഞ്ഞ കളർ ചുറ്റിയാൻ കഴിഞ്ഞ ട്രീ. ഞങ്ങൾ ഈ ലൈറ്റ് ഈ അലമാരന്റെ പുറകിൽ കൂടെ എടുത്തിട്ട് ഓൺ ആക്കിട്ട് ഈ ട്രീന്റെ അടിയിൽ ഇങ്ങനെ വെച്ചെടുക്കാൻ പോകണം. അതിന്റെ മുകളിൽ വെക്കാൻ പറ്റില്ല, കാരണം അത് മഞ്ഞ കളറാണ്. ഇപ്പൊ നല്ല ഭംഗിയിൽ ഇപ്പൊ ഈ ട്രീക്ക് ഒരു ലൈറ്റുമായി ഈ മഞ്ഞ കളർ കാര്യമായിട്ട് കാണും. ഞാൻ ഇവിടുത്തെ ലൈറ്റ് ജസ്റ്റ് ഓഫ് ചെയ്തോട്ടെ. അവിടെ ഗിഫ്റ്റ് ബോക്സ് കൂടെ വെച്ച് നല്ല ഭംഗിയാവും അല്ലേ? അതായത് ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ അറിയിക്കാൻ വേണ്ടിട്ട് അവിടെ ഇങ്ങനെ തവക്കം ഹൈലൈറ്റ് ആയിട്ട് അങ്ങനെ ഒരു സാധനം ഇത് നോക്കി. ഞാൻ വെറുതെ വെച്ചു നല്ല ഭംഗിയുണ്ടാവും. കറക്റ്റിന്റെ മുകളിൽ റെഡ് പോകുന്നപ്പോ അല്ല ഇത് ഡബിൾ സൈഡ് വെച്ച് ഒട്ടിച്ചാ നിക്കോ? ഇല്ലേ, ഇത് നിക്കും. ഇത് ഗൈസ് നമുക്ക് ഇവിടെ ഒരു ഗുണം എന്താ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർട്ടൻ എല്ലാ തീമിനും പോകുന്ന ഒരു സാധനം. അതുകൊണ്ട് ഇതിങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് ഏത് തീമിനാണെങ്കിലും ഓക്കെയാണ്. അതുകൊണ്ട് റെഡ് വെച്ചപ്പോ നല്ലൊരു ലുക്കായിട്ട്. ഞാൻ നോക്കട്ടെ, നിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് എവിടെ ഒട്ടിച്ചോ? ചുരുക്കൽ ഒട്ടിച്ചോ? നീർത്തുമ്പോ എന്തായാലും അവിടെ തന്നെ ഉണ്ടാവില്ലോ. ഓക്കെ, അതെന്തായാലും നിക്കും. ഇതിന്റെ മുകളിൽ പോംപോം തുന്നിയാലോ? അതിന്റെ മുകളിൽ പോകുന്നത് നിക്കില്ല. ഇത് 3 പോവുള്ളൂ, തീർന്ന്. ഞാൻ ഈ പോംപോ ഇവിടെ തുന്നി കൊടുക്കാണ്. ഇത് ഒട്ടിച്ചിട്ട് നിക്കുന്നില്ല കേട്ടോ. അപ്പൊ അവിടെ എവിടെയായിട്ട് ഈ പോംപോ ഇങ്ങനെ വെച്ചെടുക്കാം. മൊത്തത്തിൽ റെഡും വൈറ്റും. ഇത് മൊത്തം തുന്നാനുള്ളതാ കേട്ടോ. ഷാമിന്റെ ആ ട്രീന്ന് ഞാൻ 2 പൂ മോഷ്ടിച്ചിട്ടുണ്ട്. ഈ 2 പൂ നമുക്ക് ഇവിടുത്തെ ഈ കട്ടന്റെ മുകളിൽ അല്ല അഞ്ചി നേരെയുള്ള കപ്പിലേക്ക് മെയിൻ ആയിട്ട് കാണുക. അത് ട്രീ കൊറേ വർഷങ്ങൾക്ക് മുന്നേ തന്ന ഗിഫ്റ്റ് ആണ് കൈസ്. ആ തൊട്ടടുത്തിരിക്കുന്ന ആ മാന്, ആ വീട്, അതെടുത്ത് ഒഴിവാക്കേണ്ട തീമാണ്. ഞാനിവിടെ നമ്മുടെ ട്രീന്റെ അടിയിൽ വെക്കാനുള്ള ഗിഫ്റ്റ് ബോക്സ് റാപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്.
ഗിഫ്റ്റ് ഒന്നും ഇല്ല. ഇത് തുറന്നു നോക്കിയാൽ ഒന്നും കിട്ടൂല. എന്തൊക്കെയോ ഷാമ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു വെച്ചത്, ക്രീം അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. കയ്യിൽ ഇപ്പൊ തൽക്കാലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഇടുന്നില്ല. അപ്പൊ ഈ പേപ്പർ, പിന്നെ ഇത് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പേപ്പർ, കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഗോൾഡൻ പേപ്പർ. ഇത്രയും സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് ആദ്യം ഇത് വെച്ച് റാപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് റാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സ് എടുത്തിട്ട് ആ ട്രീന്റെ അടിയിൽ കൊണ്ടുവയ്ക്കും. കുറച്ച് പഞ്ഞി ഇവിടെ ഉണ്ട്, ഷാമി പറഞ്ഞിട്ടുണ്ട്. ആ പഞ്ഞിയും കൂടെ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ വെതറിട്ട് കഴിഞ്ഞാല് മഞ്ഞില് ഈ ഗിഫ്റ്റ് ബോക്സ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടും. പരീക്ഷണത്തിലാണ് ഗൈസ്. എനിക്കറിയില്ല ഗൈസ് ഞാനിത് എവിടെ ചെന്ന് എത്തുന്നു. ഞാൻ ചിലപ്പോ പല പല സാധനങ്ങൾ കണ്ടുപിടിച്ചെന്ന് വരെ വരാം. അതെ അതെ, ഇവിടെ ഞാൻ ഒരു ബോ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. അത് ഞാനൊന്ന് തുന്നിയിട്ട് ആ കർട്ടന്റെ ആ പൂ വെച്ചിട്ടില്ലേ അതിന്റെ കൂട്ടത്തിൽ വെക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ടാണ്. ചിലപ്പോ നല്ല ഭംഗി വന്നാലോ. ഞാനിവിടെ പോപ്പോ അങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. 1 2 3 4 5 എണ്ണം വെച്ച്, ഇനി ഒന്ന് ഇവിടെയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇവിടെ 2 എണ്ണം കൂടെ വെക്കാം. അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഈ ഒരു കോർണർ നോക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു ക്രിസ്മസിന്റെ ആ ഒരു വൈബ് ഇവിടെ നല്ല ഭംഗി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടത്തെക്കാട്ടി ആ കോർണർ ഇഷ്ടമായത്. ഏത് ഈ സൈഡ് നമ്മുടെ ടേബിൾ എല്ലാം കൂടെ വന്നിട്ട് കളർ മിക്സ് ആണ്. പക്ഷെ ആ സൈഡിലേക്ക് നോക്കുമ്പോ ആ ബേജ് റെഡ് ഗ്രീന് ഈ ഒരു കോംബോ അല്ലേ, നല്ല ഭംഗിയുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോ ഒരു ബോക്സ് നമ്മൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞു. അടി റാപ്പ് ചെയ്യണമെന്നില്ല. ഈ ടോപ്പ് ഭാഗം ഞാനിങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് അടിഭാഗം വിഷയമായിരിക്കില്ല. അഞ്ചി ഒരു റിബൺ വരൂ. ഇപ്പൊ തരാട്ടെ. ഞാനിവിടെ കാര്യമായിട്ടുള്ള പഠനത്തിലാണ്. നല്ല രസമുണ്ടാവില്ലേ? ഇത് നല്ല രസമുണ്ടാവും. ഇത് എങ്ങനെയായിരുന്നു കിട്ടുക? ഞാൻ പറഞ്ഞതാ, ഇതിന്റെ ഉള്ളിലുള്ള ഈ നൂല് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇതിന് പേപ്പറിന് കറക്റ്റ്. ഇപ്പോഴേ ഇതിന്റെ ഉള്ളിലേക്ക് കേറുമ്പോ നല്ല ക്രിസ്മസ് വൈബ് വരുന്നുണ്ട്. ഓരോരുത്തർ ഓരോ പണി ചെയ്തോണ്ടിരിക്കുന്നത്, ഓരോ സ്ഥലത്ത് നമ്മൾ ക്രിസ്മസ് ട്രീ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഇത് ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു തീമിലേക്ക് എത്തും. എനിക്ക് ആ ടേബിള് മൊത്തം ആ ഒരു തീവണ്ടി ഒക്കെ ഇല്ലേ, ആ തീവണ്ടി ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല രസമുണ്ടാവും. അല്ല, ഈ ടേബിളിന്റെ മുകളിൽ നമുക്ക് ഈ സാധനം വെച്ച് ഇങ്ങനെ ഒരു സാധനം വെച്ചാലോ, ഒരു ഇങ്ങനെ പാനൽ പോലെ ഇതുകൊണ്ട് നമ്മൾ ആ ടേബിളിന്റെ മുകളിൽ സെറ്റ് ചെയ്തില്ല, അതുപോലെ ഇതിന്റെ മുകളിൽ ചെയ്യാം. ഇത് ഞങ്ങൾക്ക് വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ, ഈ ക്രിസ്മസ് അപ്പൂപ്പ. നല്ല ഓയിലാണ്. അതേപോലെ ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുണ്ടാവും, അത് സ്ഥിരമായിട്ട്. അതെ, ഇത് നമുക്ക് ഇവിടെ ഒട്ടിക്കാനുള്ളതാണ്. ഇതൊക്കെ എവിടെ വെച്ചിട്ടുണ്ടാവും, മതിൽമേൽ വെക്കാം. മതിൽമേൽ വെക്കാം. പക്ഷെ അവിടെ വെച്ചിട്ട് രസമുണ്ട്. ഒന്ന് വേണമെങ്കിൽ അവിടെ വെക്കാൻ തോന്നിക്ക്. ഞാനിവിടെ ഗിഫ്റ്റ് ബോക്സസ് റാപ്പ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ 3 എണ്ണം ഞാൻ റാപ്പ് ചെയ്ത്, ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ മുകളിൽ നമുക്ക് ഗോൾഡൻ റിബൺ കൊടുക്കാം കേട്ടോ. ഈ സാധനം വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് എടുക്കണ്ടേ? ഓക്കെ, ഇത് ഇങ്ങനെ നമ്മൾ ചെയ്ത്, ഇത് ഈ ഗോൾഡൻ റിബൺ വെച്ച് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ റാപ്പ് ചെയ്തു. ഈ സാൻഡേന്റെ 2 കൂട്ടത്തിന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഷാം ഇങ്ങനെ ഡോറൊക്കെ തുറക്കുമ്പോ ഇവിടെ ഇതാണ് തോന്നുന്നു കൂടുതൽ. ഇതാ കിളിങ്ങുന്നത്, മാറിപ്പോയി. നല്ല രസമുണ്ട് അല്ലേ? കൊള്ളാം, അടിപൊളിയുണ്ട്. അതിങ്ങനെ ഡോർ തുറന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ കാണുമ്പോ നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നി ഈ ഡോറിനും ആ ഡോറിനും കൂടെ എന്തെങ്കിലും കുഞ്ഞു ഡെക്കറേഷൻ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. വെച്ചാലോ നല്ല ബോ ഒക്കെ വെച്ചാല്. അയ്യോ, എന്റെ മോന്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ ഞാൻ തോറ്റു. ഒരു തരത്തിൽ ഞാൻ ഒരു രീതിയിൽ ഞാൻ ചെയ്തു, പക്ഷെ അതിന് ആ ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല. പക്ഷെ ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ട് തോറ്റുപോയതാണ്. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, നമ്മള് റീത്ത് വെച്ചില്ലേ ഇതിന്റെ മുന്നില്? മറ്റേ സാധനം ഡോറിന് അത് വെക്കാം. ഗിഫ്റ്റ് ബോക്സ് സാൻഡേന്റെ ആ സഞ്ചിയില്ലേ, ആ സഞ്ചിയിലുള്ള ഗിഫ്റ്റ് ബോക്സ് പോലെ ഉണ്ട്. എന്റെ ടേബിൾ 5 ഒരു ഗിഫ്റ്റ് ബോക്സ് ആക്കി മാറ്റാൻ പോവാണ്. അപ്പൊ ഗിഫ്റ്റ് ബോക്സിന്റെ ഒരു സൈഡില് എന്താ പറയാ, ഗോൾഡൻ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഗിഫ്റ്റ് നമ്മള് റാപ്പ് ചെയ്യില്ലേ, ആ റാപ്പ് ചെയ്യുന്ന പോലെ ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കാം. എനിക്ക് തന്നൊരു ഗിഫ്റ്റ് പോലെ, ഒരു ഗിഫ്റ്റ് പോലെ, നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയ പോലെ. നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ? നന്നായി ആ വൈറ്റിൽ ഗോൾഡൻ കളർ വരുമ്പോ നല്ല രസമുണ്ട്. ഇതാ ഗൈസ്, ഈ ഗോൾഡൻ സാധനം വെച്ചിട്ടാണ് ഈ ടേബിൾ ചെയ്തത്. 5ന്റെ ഓരോ കണ്ടുപിടുത്തങ്ങൾ. ശ്രീ ഇവിടെ ഓരോ പടിയിലാണ് ഗൈസ്. ഞാനിത് ഉണ്ടാക്കിയ ഗിഫ്റ്റ് ബോക്സസ് താഴെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഫിലിമിലൊക്കെ കാണലില്ലേ, ആ ക്രിസ്മസ് ട്രീന്റെ താഴെയുള്ള ഗിഫ്റ്റ് ബോക്സ് സാൻഡന്റെ അതേപോലെ തന്നെ ഉണ്ട്. ആ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഗിഫ്റ്റ് ബോക്സസ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാര്യം പറയട്ടെ, ഇത് ഇവിടെ വെച്ചാലോ? അത് ഭംഗിയുണ്ട്. അത് ഭംഗിയുണ്ട് ഇല്ലേ? വെച്ചോ.
നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇത് സക്സസ് ഗൈസ്. നമ്മള് ഈ ഒരു സാധനത്തിനെ ഇവിടെ ഒട്ടിക്കാൻ വേണ്ടി പോവാട്ടോ. ഞങ്ങളുടെ ഫേവറേറ്റ് സാധനമാണ്. ചെറിയൊരു ക്രിസ്മസ് ട്രീ വേറെ ഇല്ലായിരുന്നോ? പക്ഷെ അതിപ്പോ എവിടെ കാണുന്നില്ല. ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ ഒരു റാക്കിൽ വെച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ഇത് ഈ പെഗ് ബോർഡിന്റെ മുകളിൽ കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ അടുത്ത ഫേവറേറ്റ് സാധനം ദാ ഇത്. ഇത് ഭയങ്കര രസമാണ് ഗൈസ്. ഇത് നമുക്ക് ആ ഒരു ചെറിയ ട്രെയിനിന്റെ അടുത്ത് കൊണ്ടുവെക്കാം. ഇല്ല, ഒന്നും ആയില്ല. ഇതിവിടെ വെക്കാം അല്ലേ? ഈ ക്രിസ്മസ് ട്രീന്റെ അടുത്ത് ഈ ടവർ അതേ വലുപ്പമുള്ള ഗിഫ്റ്റ് ബോക്സ്. ഈ ടവർ ഇങ്ങനെ വെച്ചുകൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾ ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടി ഭംഗിയുണ്ട് ശരിക്കും കാണാൻ വേണ്ടിട്ട്. മിനിയേച്ചർ സിറ്റി. അതാ ഇങ്ങനെ ഉണ്ട് ഇപ്പൊ കാണാൻ. ഇവിടെ ഒരു മിനിയേച്ചർ ക്രിസ്മസ് സിറ്റി ആണ് ഗൈസ് കാണുന്നത്. നമുക്കൊരു വലിയ സിറ്റി ഉണ്ടാക്കിയാലോ? അത് വേണോ? അത്ര വലിയ ബന്ധങ്ങളിലേക്ക് നമ്മൾ കടക്കണോ? പക്ഷേ ആ കാർഡ്ബോർഡിന്റെ ആ ഒരു സംഭവം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ലൈറ്റ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഈ ബ്ലൂ മാറ്റ് എടുത്ത് ഒഴിവാക്കിയിട്ട് ഇനി റെഡ് മാറ്റ് ഇടാം. കാര്യം ക്രിസ്മസിന് റെഡ് ആണ്, ബ്ലൂ അല്ല. അതെ, അപ്പൊ ഇനി മുതൽ ഈ ബ്ലൂ മാറ്റ് ഇവിടെ അല്ല ഗൈസ്. അതെ, ഓൺലി റെഡ്. അപ്പം വലുപ്പ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇതാണ് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, ഇവിടുത്തെ മാറ്റ്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഗൈസ്. നല്ല ഫെദർ. അല്ല, ഈ വടി നമുക്ക് ഗിഫ്റ്റിന് എടുത്ത് വെച്ചാലോ? നമുക്ക് ഈ അപ്പൂപ്പന്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട് ജി. ശരിക്കും ആ ഒരു ക്രിസ്മസ് ഇവിടുത്തെ ഫോട്ടോ ഒക്കെ എടുക്കാട്ടോ. അപ്പൊ നമുക്ക് ഈ സ്റ്റിക്ക് ഈ ഗിഫ്റ്റ് ബോക്സിന്റെ അവിടെ വെക്കാം. കറക്റ്റാ. ഇതിന്റെ ആള് ശ്രീ ആയതുകൊണ്ട് ശ്രീന്ന് വെച്ചോ. എവിടെ നിന്നിപ്പോ വെക്കുക? ഷാമി ഭംഗി പറഞ്ഞു കൊടുക്കുക. എവിടെയാണ്? അവിടെ തന്നെ സെൻട്രലായിട്ട് വെക്ക്. ഇവിടെ ആ രണ്ട് ഗിഫ്റ്റ് ബോക്സിന്റെ നടുവിലായിട്ട്. ഇങ്ങോട്ട് വന്നപ്പോ ഒരുപാട് സാധനങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ചെരിച്ചിട്ട് വെക്ക്. ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതെ. അപ്പൊ സാന്റയുടെ ഒരു പ്രസൻസ് ആയി അവിടെ. അതെ, തുടക്കുള്ള തുണി വരെ ഇതാണ് ക്രിസ്മസ് ആണ്. തീമാണ് ഇത്. ഓരോന്നപ്പുറത്ത് പോയി വരുമ്പോഴാണ് കാണുന്നത്. ഇതുണ്ടോ? ഇതൊക്കെ നമുക്ക് എവിടെ വെക്കണം എന്ന് തീരുമാനിക്കണം. ഇത് ഫുള്ള് ഇങ്ങനെ പോം ലൈറ്റ്സ് ഉള്ള പോലത്തെ. അത് നമുക്ക് ചെയറിൽ വിരിച്ചാലോ? ഇതോ? ചെയറിൽ വിരിക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഇവിടെ ഇവിടെ തൂക്കിട്ടൂടെ ശ്രീ? തൂക്കിയിടാം അല്ലേ? അവിടെ അല്ല, ഒരു ഹുക്കിന്റെ മുകളിൽ ഇങ്ങനെ തൂക്കിടാ. ആ, ഞങ്ങളിതാ ഈ ഡോറിന്റെ ബാക്കിൽ ഇങ്ങനെ തൂക്കിയിടാണ് കേട്ടോ. അതായത് കയ്യൊക്കെ തുടക്കണം എന്നുണ്ടെങ്കിൽ ഡോറിന്റെ ബാക്കിൽ സാധനം ഉണ്ടാവും. ഇതാ ഇതിന്റെ വല്ല കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഫുൾ ഭംഗി എന്ന് പറഞ്ഞാൽ വന്ന് തുടയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും സാധനം വേണ്ടേ? അപ്പൊ അത് വിചാരിച്ചിട്ട് ഈ സാധനം ഇവിടെ തൂക്കി. ഇതോടെ നോട്ടല്ല ഇങ്ങനെ അവിടെ നിന്നോട്ടെ. ഞങ്ങളിപ്പോ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളൊരു ക്രിസ്മസ് സിറ്റി ഉണ്ടാക്കാണ്. അത് ഈ അലമാരന്റെ മുകളിൽ വെക്കാൻ വേണ്ടിട്ടാട്ടോ. ഈ ട്രീന്റെ അടുത്തുനിന്ന് ഇങ്ങനെ കാണാൻ എന്ത് രസമുണ്ട് എന്നറിയോ? അതാ ഞങ്ങൾ തന്നെ പിടിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും സാധനം കാണിച്ചു തരാം. ഇത് ഞാൻ ആ കാർഡില് വരച്ചില്ലായിരുന്നു ഗൈസ്, ഫ്രണ്ടിലൊരു വീടൊക്കെ. അതേ സാധനമാണിത്. ഇത് മൊത്തം ഇങ്ങനെ ഈ വെള്ള കാണുന്ന മൊത്തം മഞ്ഞാണ്. അതെ, ഇത് നമ്മൾ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് അലമാരന്റെ മുകളിൽ വെക്കുമ്പോൾ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെ നല്ലൊരു ഭംഗിയിൽ ഇങ്ങനെ എടുത്ത് കാണും. ഒരു ക്രിസ്മസ് സിറ്റിയിലേക്ക് ഇങ്ങനെ നോക്കുന്ന പോലെ ഉണ്ടാവും. ഓൾറെഡി നമ്മള് ഈ യെല്ലോ ലൈറ്റ് അൽമാരന്റെ പുറകിൽ കൂടെ കൊണ്ടില്ലേ, ആ ലൈറ്റ് നമ്മൾ നേരെ എടുത്ത് അൽമാരന്റെ മുകളിലേക്ക് ഇടണം എന്നുള്ള ഒറ്റ മെനക്കേട് ഇതിനുള്ളൂ. ഷാമിന്റെ റൂം എന്തായി വരും? ഷാമിന്റെ റൂം ഇപ്പൊ നല്ല ക്രിസ്മസ് തീമിലേക്ക്. ഇതുവരെ എനിക്ക് ഇഷ്ടമായോ? നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കുറച്ച് വൃത്തിയൊക്കെ ആക്കി ഇനി നമുക്ക് കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് ഇതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഇനി ലൈറ്റ്സ് വരാനുണ്ട്, അതൊക്കെ ഒന്ന് ഇനി അടിപൊളിയാവും. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടവല് വെച്ചു ക്രിസ്മസ് വൈബിലുള്ളത്. ഇതൊക്കെ പിന്നെ നമ്മളെ പണിയായുധങ്ങളാണ്. ഇവിടെ നമ്മളുടെ ഒരു കുഞ്ഞി ക്രിസ്മസ് ട്രീയും പിന്നെ ഒരു എന്താ പറയുക ഒരു ബിൽഡിങ് പോലെ പിന്നെ
ഗിഫ്റ്റ് പോലെ അങ്ങനത്തെ ഒരു സംഭവം വെച്ചു. ഈ സൈഡിലുള്ള കേർട്ടൻസ് മൊത്തം നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടോ കാണാന്. ഈ ട്രീയും പിന്നെ അതിന്റെ താഴെ ഒരു 3-4 ഗിഫ്റ്റ് ബോക്സും പിന്നെ സാന്റേന്റെ നമ്മുടെ അതെ സാന്റേന്റെ പിന്നെ വടിയുണ്ട്. ഇവിടെ നമ്മള് വാള് ഇതും കുറച്ച് എംപ്റ്റി ആയിട്ടാ കിടക്കുന്നത്. ഇത് കുഴപ്പമില്ലാന്നുള്ളൂ. ഇതിലാണ് നമ്മളിപ്പോ ഈ ഒന്നും ചെയ്യാത്തതായിട്ടുള്ളത്. ഇത് പിന്നെയും കുഴപ്പമില്ല. ഈ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് ഈ ഗോൾഡൻ ത്രെഡില് നമ്മളുടെ ഈ പോംപോംസ് ഇല്ലേ, അതും അതിന്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടി നമുക്ക് കോർത്തിട്ട് ഇങ്ങനെ തൂക്കിട്ട് ഗാർലൻഡ് പോലെ തൂക്കിട്ടാ നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാനത് ഓർത്തോണ്ടിരിക്കുന്നു. എനിക്ക് എവിടുന്ന ഈ ബുദ്ധികളൊക്കെ വരുന്നത് ഭയങ്കര ബുദ്ധിയാണ്. അതെ ഗൈസ് ദാ ഈ ഇതിലേക്ക് ഇങ്ങനെ ഗോൾഡൻ കളർ നൂലിലേക്ക് പോംപോമും പിന്നെ ഈ സോക്സും കൊള്ളാം. ദാ ക്രിസ്മസ് അപ്പനുള്ള സോക്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ തൂക്കിയിട്ട് നമുക്കിതാ ഇങ്ങനെ ഒന്ന് ഇതാക്കിയേ, നമുക്കിത് ഇങ്ങനെ തൂക്കിയിടാം. ഈ സാധനം എവിടെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് ഞാനിങ്ങനെ തപ്പി നടക്കാണ്. ഇത് എവിടെ വെക്കണമെന്ന് മനസ്സിലാവണില്ലേ ഗൈസ്. പക്ഷെ ഇത് ഭയങ്കര ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഞാനൊരു സജഷൻ പറയട്ടെ, പറഞ്ഞോളൂ. ഈ സാധനം എന്തായാലും ഈ 2 സാധനം നമ്മുടെ ക്രിസ്മസ് തീമിന് പറ്റാത്ത സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ സാധനം ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ആ സാധനം വെച്ചുകൂടാ? ഇതോ ഇത് മാത്രം. അതും പിന്നെ നമ്മുടെ ക്രിസ്മസ് സിറ്റിയിൽ ഏതെങ്കിലും 1-2 വീട് കൂടി കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തോ. അപ്പൊ ഗൈസ് ഈ സാധനം നമുക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റാം. ഗൈസ് ഈ കാണുന്ന ലൈറ്റ് എനിക്ക് ഇങ്ങനെ എയറിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഇതിന്റെ മുകളിൽ വലിയൊരു ത്രെഡ് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഡബിൾ സൈഡ് വെച്ചിട്ട് ഈ വലിയ സ്റ്റിക്കില്ലേ ഇതെടുത്ത് ഇങ്ങനെ നമ്മള് ഇങ്ങനെ ആക്കുക, ഇതിന്റെ മുകളിൽ വെക്കുക. ഇത് ശ്രമം നടക്കുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഞാനത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പോയി. എന്നിട്ട് ആ ഭാഗം കയ്യിലൊട്ടിച്ച് വെച്ചാലോ? ഇതിങ്ങനെ നമ്മളിങ്ങനെ അളവ് നോക്കി ഒരിക്കൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. ഒട്ടിക്കട്ടെ? കറക്റ്റ് അല്ലേ സ്ഥലം? താഴേക്ക് വയ്ക്കണം, നോക്കണം. അയ്യോ കറക്റ്റ് അല്ലേ? ഇവിടെയാണ് ഉണ്ടാവുക. അവിടെ ഓക്കെ അല്ലേ? ഒട്ടി 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 നല്ലോണം അവർത്ത്. ഇത് രാവിലെ എണീക്കുമ്പോ ഇവിടുന്ന് എല്ലാ ലൈറ്റ്സും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ചെണ്ണം കൂടെ വാങ്ങി മൊത്തം ഇത് തൂക്കി വരൂലേ ഗൈസ്. ഇവിടെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇതിന്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു സാന്റേനും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെറി ക്രിസ്മസ് എന്നുള്ള ഒരു എന്താ പറയാ റൈറ്റിംഗ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോ നമ്മള് റീത്തിലേക്ക് മാറ്റും കേട്ടോ. പിന്നെ അപ്പുറത്ത് ഒരു സാന്റ, ഗിഫ്റ്റ് ബോക്സ്, സ്നോമാൻ, അത്രയും സാധനങ്ങളാട്ടോ അവിടെ വെച്ചിട്ടുള്ളത്. അവിടുത്തെ ആ ഫ്ലവർ വൈസും കാര്യങ്ങളൊക്കെ ശ്രീയുടെ നിർദ്ദേശപ്രകാരം എടുത്ത് ഒഴിവാക്കി ഈ ഒരു ലിമിറ്റഡ് സാധനങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് ഉള്ളത്. ഈ ലൈറ്റ്സ് ഓഫ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിലപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഈ ലൈറ്റ് ഓഫ് ആക്കി മതി. ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് ക്രിസ്മസ് തീരുന്നത് വരെ ഇനി ഇങ്ങനെ ഇരിക്കും. എന്റെ ഈ ഫേവറേറ്റ് ട്രെയിന് നമുക്ക് ഈ ക്രിസ്മസ് ട്രീന്റെ താഴെ വെക്കാം. എല്ലായിടത്തും ഓരോരോ വാലികൾ പോലെ. അതെ, നമ്മുടെ ക്രിസ്മസിനുള്ള സാധനങ്ങളുമായിട്ട് വരുന്ന ട്രെയിനായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇതിനെ ഉപമിക്കുക. ഗൈസ് നമ്മളിത് ഈ വീടിന്റെ ഈ ഒരു കൂട്ടം, അതായത് ക്രിസ്മസ് സിറ്റിയാണ് ഇത്. ഈ സിറ്റി നമ്മളിത് ഇങ്ങനെ ഉള്ളിൽ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു കർവി ഡിസൈനിൽ നമ്മളിത് ഈ മിററിന്റെ ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനല്ലേ. ഇത് മൊത്തം ശരിക്കും ക്രിസ്മസ് സിറ്റി എന്നുള്ള ആ ഒരു ലെവലിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു മിനിയേച്ചർ രീതിയിലുള്ളതായിട്ടാണ്. അതെ, ഇതേ ആ ഗോപുരവും പിന്നെ ഈ സിറ്റിയും ഈ സ്നോമാനും ഗോപുരത്തിന്റെ ലൈറ്റ് കത്തിച്ചിട്ടില്ലേ ഗൈസ്? ഗോപുരത്തിന്റെ ലൈറ്റും കൂടെ കത്തിച്ചു. ബാറ്ററി ലോ ആയതാണ്. ഇത് ഫുള്ള് ലൈറ്റ് ഓഫ് ആക്കുന്ന സമയത്ത് നല്ല രസം ഉണ്ടാവും കാണാൻ ഗൈസ്. അങ്ങനെ മണിക്കൂറുകളുടെ പ്രയത്നത്തിലൊടുവില് നമ്മൾ ഷാമിന്റെ ഈ റൂം ഒരു ക്രിസ്മസ് തീമിലുള്ള റൂമാക്കി മാറ്റിയിരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഓരോരോ പ്രയോഗങ്ങൾ നടത്തിയിട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഉള്ളിൽ ഫുൾ ഒരു ക്രിസ്മസ് വൈബ്
വൈബാണ് ഗൈസ് ഉള്ളത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ ഒരു തീമിലേക്ക് റൂം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ണിലിങ്ങനെ കാണുന്ന സമയത്ത് നല്ലൊരു മ്യൂസിക് ഒക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ ഫീൽ ചെയ്യാം. സത്യം. അപ്പൊ നമുക്ക് റൂമിലേക്ക് കയറാം. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ക്രിസ്മസ് റൂം. മൊത്തത്തിൽ ആ ഒരു ലൈറ്റ്സും ഈ ഒരു ഡെക്കറേഷനും എല്ലാം കൂടെ നല്ല ഭംഗിയായിട്ടുണ്ട്. വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡോറ് തുറന്ന് കയറി വരുമ്പോ ഫസ്റ്റ് തന്നെ നമുക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വലിയ ക്രിസ്മസ് ട്രീയും അതിന്റെ മുകളിലുള്ള ഡെക്കോറും പിന്നെ ഗിഫ്റ്റ്സും പിന്നെ ഈ ഒരു കേർട്ടന്റെ മുകളിലുള്ള പൂക്കളും ഈ പോംപോംസും ഒക്കെ ആണ് ഗൈസ്. ഈ ഒരു സൈഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതായത് ശരിക്കും ക്രിസ്മസിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ റോയൽ ഫീൽ അങ്ങോട്ട് കിട്ടുന്നത്. അത് ഇവിടെയാണ് ഗൈസ്. അത് കറക്റ്റ് നമുക്ക് ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഗിഫ്റ്റ്സ് വെച്ചിട്ടുണ്ട്, പിന്നെ വടി വെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഈ സ്ഥലം എനിക്ക് അങ്ങ് ബോധിച്ചു. അതിന്റെ നേരെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആ ഒരു ക്രിസ്മസ് ട്രീ ഒരു മിനിയേച്ചർ എന്നുള്ള ഒരു മിനി ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ട്. അത് കൂടാതെ കുറച്ച് കലകൾ അവിടെ ഉണ്ട്. അതെ, ഇത് ഒരു സാന്റാക്ലോസ് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗോപുരം ഈ ക്രിസ്മസ് ട്രീ സത്യം പറഞ്ഞാൽ നല്ല രസം ഒരുമിച്ച് കാണാൻ. ഇതൊക്കെ ആ മിററിൽ നമ്മൾ എല്ലാരും നോക്കും കൂടെ കണ്ടോ. നമ്മുടെ നേരെ മുന്നില് ഒരു ക്രിസ്മസ് സിറ്റി തന്നെയാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഒരുപാട് മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരുപാട് വീട്. ഇതൊരു ക്രിസ്മസ് നൈറ്റ് ആണ് ഗൈസ്. അപ്പൊ അവിടുന്ന് ആ വെളിച്ചം വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗി. കാര്യം ഉള്ളിൽ ഫുൾ ഫെസ്റ്റീവ് മൂഡാണ്. അതാണ് മൊത്തം വെളിച്ചമയായിട്ടുള്ളത്. പിന്നെ ആ വീട് കഴിഞ്ഞ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ക്രിസ്മസ് പപ്പാനി ഉണ്ട്, അതിന്റെ സൈഡിൽ ഒരു സ്നോമാൻ ഉണ്ട്, ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. പപ്പാനി മിന്നിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അലമാരയുടെ മുകളിൽ ഒരു ബോ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊറേ ക്രിസ്മസ് അപ്പൂപ്പ ഉണ്ട് കേട്ടോ ഇവിടെ. എന്താ ക്രിസ്മസ് അപ്പൂപ്പ ഉണ്ട്. സൗണ്ട് ഇല്ലേ ഗൈസ്? അതെ. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതെനിക്ക് ഇത് തൂക്കിയിട്ടപ്പോ ഭയങ്കര ഇഷ്ടമായി ഗൈസ്. നല്ല എനിക്കിങ്ങനെ കൊറേ ഇങ്ങനെ ബൾബ് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊറേ ഇവിടെ ഇങ്ങനെ തൂക്കിയിടേനു കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മളിങ്ങനെ ബോയും പിന്നെ ആ സോക്സും വെച്ചിട്ട് ഒരു ഹാങ്ങിങ്സ് പോലെ ഇങ്ങനെ ഒരു പോംപോംസ് വെച്ച് പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പപ്പാനിയും പിന്നെ സോക്സും ഒക്കെ ആയിട്ടുള്ളത് നമ്മള് ഫുൾ തുന്നി ചേർത്ത് ഇവിടെ ഇങ്ങനെ സെറ്റ് ആക്കി ഒരു ഹാങ്ങിങ് പോലെ ഗാർലൻഡ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ഷാമിന്റെ സ്ഥിരം ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട്. അത് ഈ തീമിനോട് മാച്ച് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ വെച്ചു. പിന്നെ മറ്റേതിന്റെ പേര് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ കുറെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കർട്ടൻസിന് മൊത്തം അത് വെക്കേനു, പക്ഷെ കുറച്ചുള്ളേനു ഗൈസ്. പിന്നെ നമ്മൾ വേറൊരു ക്രിസ്മസ് ട്രീന്റെ ലോകം സൃഷ്ടിച്ചത് ഇവിടെയാണ് ഗൈസ്. ഇതിലേക്ക് നിങ്ങൾ ഇമാജിനേഷൻ ഒക്കെ വെച്ച് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ട്രീ ആയിട്ടും അതില് അതെ സ്നോ ആയിട്ടും അതൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത പോലെയും ഇടയിൽ കൂടെ ഒരു ട്രെയിന് പോകുന്ന പോലെയൊക്കെ ഇങ്ങനെ ഇമാജിനേഷൻസിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത്. പിന്നെ അഞ്ചി ഈ ഒരു ടേബിൾ ഗിഫ്റ്റ് ബോക്സ് ആക്കിയിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റ് ബോക്സ് ആക്കി റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ. പിന്നെ ഇവിടെ ബെൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രീ പറഞ്ഞ് അതായത് നമ്മൾ ക്രിസ്മസിന്റെ സമയത്ത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് പോലെ ഇങ്ങനെ ബോ കെട്ടി വെക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ബോ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ റെഡ് ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കുറെ സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി. അതൊരു മാച്ച് ആയി പോകുന്നില്ല. അതുകൊണ്ട് ഈ തീമിൽ ഇല്ലാത്ത സാധനങ്ങളെല്ലാം ഞങ്ങൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പെന്നുകളൊക്കെ മാറ്റിച്ച് ഓറഞ്ചും ചോപ്പും പെന്നുകൾ മാത്രം വെപ്പിച്ചിട്ടുണ്ട്.
പിന്നെ ഇത് നമുക്കൊരു സബ്സ്ക്രൈബർ തന്നതായിരുന്നു കേട്ടോ. വന്നിട്ട് നമുക്ക് നേരിട്ട് ഷാമിന്റെ കയ്യിൽ കൊടുത്തതാണ്. അത് ഇത് ലൈറ്റ് കത്തിയിരുന്നു, പക്ഷെ ഞാൻ ഇന്നലെ രാത്രി മൊത്തം കത്തിച്ചതുകൊണ്ട് ഇത് തീർന്നു. ഇന്നലെ രാത്രി മൊത്തം കത്തിച്ചു പോയി ഗൈസ്. ഇതും ഈ ഒരു തീമിലേക്ക് പറ്റിയതാണ്. ഇതൊരു റെഡ് ഹാർട്ട് ആണ് കേട്ടോ. ഇതാ കുഞ്ഞു ലൈറ്റ് കത്തുന്നുണ്ട് ഇതില്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു കുക്കി പോലത്തെ ഒരു ട്രീ ഉണ്ട് ഗൈസ്, അത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ചെയ്തത് ഇത്രയൊക്കെയാണ് ഗൈസ്. അപ്പൊ ഇവിടെ ചുറ്റിലും നോക്കുമ്പോ ഇപ്പൊ ശരിക്കും നല്ല ക്രിസ്മസ് തീമിലേക്ക് റൂം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ കുറെ ഇങ്ങനത്തെ കഷ്ടപ്പാടാണ് ഗൈസ് ഇത്. അതെ, കലാവിരുദ്ധം കഴിവ് മുകളിൽ വരെ കണ്ടില്ലേ നിങ്ങള് ലൈറ്റ്സ് കത്തുന്ന ടവലുണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ക്രിസ്മസ് റൂം. ഇതിനി ക്രിസ്മസും ന്യൂ ഇയറും കഴിയുന്നത് വരെ ഷാമി ഈ റൂമിലേക്കും കിടന്നുറങ്ങാം. അതെ, ഉമ്മ ഒന്ന് വന്ന് നോക്കിയ സമയത്ത് ഇതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് കഴിഞ്ഞാൽ എടുത്ത് മാറ്റേണ്ടത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ജനുവരി 15 വരെയൊക്കെ വെക്കാം. അങ്ങനെ ഒക്കെ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോന്ന് എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. പിന്നെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തതിൽ ഏത് സൈഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും പറയാം. നമുക്കിത് ആ കണ്ണാടിന്റെ സൈഡില് ഇതൊരു സൈഡ് ഉണ്ട്, ഇത് വേറൊരു സൈഡ് ഉണ്ട്, ആ ടേബിളിന്റെ മുകളിൽ വേറൊരു സൈഡ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ നിങ്ങളുടെ കയ്യിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമും വീടും ഒക്കെ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ നല്ല രസമാണ്. പിന്നെ കാർഡ്ബോർഡ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. എല്ലാരും വീട്ടിലും പുറത്ത് സ്റ്റാറും ട്രീയും ഒക്കെ ഉണ്ടാവും. എക്സ്ട്രാ റൂം ഒക്കെ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. അതെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മേരി ക്രിസ്മസ്.